നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ പരിചയപ്പെടുത്തുന്നത് ഒരു മുരിങ്ങയില സൂപ്പാണ്. മുരിങ്ങയില വളരെയധികം മിനറൽസും വിറ്റാമിൻസും ഒരു ഇലയാണെന്ന് നമുക്കറിയാം. അത് ഏറ്റവും വളരെ ഹെൽത്തിന് ഏറ്റവും അധികം കാൽസ്യവും അയണൊക്കെ കണ്ടന്റ് ഉള്ളതാണ് മുരിങ്ങയുടെ ഇല. അപ്പോൾ അതൊരു സൂപ്പ് വെച്ച് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ, പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്ത് നവംബർ ഡിസംബർ മാസത്തിലൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ധാരാളം മുരിങ്ങയുടെ ഇല കിട്ടും. മുരിങ്ങ പൂക്കണ സമയമാണ്. കായുണ്ടാവാത്ത പല മുരിങ്ങകളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇല പൊട്ടിച്ച് സൂപ്പ് ഉണ്ടാക്കി കുട്ടികൾക്കും കഴിക്കാം, വലിയവർക്കും കഴിക്കാം. വല്ലപ്പോഴൊക്കെ മത്സ്യത്തിൻ്റെ വീക്കൊക്കെ കഴിക്കുന്നത് ഏറ്റവും വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് മുരിങ്ങയുടെ ഇല സൂപ്പാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മുരിങ്ങയുടെ ഇല നന്നാക്കി, അത് അങ്ങനെ നന്നാക്കൊന്നും വേണ്ട, കുറച്ചൊക്കെ നന്നാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കഴുകാൻ വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ സൂപ്പിന് ആവശ്യം കേട്ടോ. പിന്നെ ഇത് ആവശ്യമുള്ളത് കുരുമുളക് പൊടി, ബട്ടർ, കോൺഫ്ലവർ. കണ്ടോ, കുരുമുളക് പൊടി, ബട്ടർ, പിന്നെ കോൺഫ്ലവറാണ് ആവശ്യം കേട്ടോ. കോൺഫ്ലവറാണ്. കോൺഫ്ലവർ പണ്ടത്തെയാണ്. ഇത് ഇപ്പോഴത്തെ പുതിയത്. മുരിങ്ങയുടെ ഇല കഴുകി ഞാൻ കുക്കറിൽ ഇടുന്നു കേട്ടോ. കഴുകിയിട്ട് വേണം നിങ്ങളിടാൻ. അതിൽ ചിലപ്പോൾ മണ്ണും മാറാലിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് കഴുകിയിടുന്നത്. അല്ലെങ്കിൽ പണ്ടൊക്കെ ആൾക്കാർ പറയാറുണ്ട് മുരിങ്ങയുടെ ഇല കഴുകാൻ പാടില്ല. പക്ഷെ ഇതിപ്പോൾ നന്നായി വാഷ് ചെയ്തിട്ട് അതിലിടുക. അത് കഴിഞ്ഞാൽ പിന്നെ തക്കാളി ഇത് അരിഞ്ഞത്. തക്കാളി അരിയണമെന്നില്ല, അങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അരിഞ്ഞിട്ടെന്ന് മാത്രമേ ഉള്ളൂ. 2 വെളുത്തുള്ളി അരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കേട്ടോ. അതെല്ലാം കൂടി ഇട്ടു. ഈ മുരിങ്ങയുടെ ഇല, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുക. അപ്പോൾ ഇനി 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് പിന്നെ ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് ഒരു ഗ്ലാസ് ഒഴിച്ചോളൂ. വെള്ളം സൂപ്പല്ലേ. വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ അടുപ്പിൽ വയ്ക്കാൻ നോക്കുക. ഗ്യാസ് കത്തിച്ചിട്ടില്ല ഞാൻ. ഗ്യാസ് അടുപ്പിൽ വെച്ചു. ഇനി ഗ്യാസിന് കുക്കറിൻ്റെ സ്റ്റീം വരട്ടെ, എന്നിട്ട് ഞാൻ വെയിറ്റ് ഇട്ടുള്ളൂ. വെയിറ്റ് ഇട്ടു. സ്റ്റീം വന്നപ്പോൾ വെയിറ്റ് ഇട്ടു കേട്ടോ. വെയിറ്റ് ഇട്ടാൽ എളുപ്പം കാലാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ഇട്ടത്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഒരൊറ്റ സ്റ്റീം ഒറ്റ വിസിൽ വന്നാൽ മതി. വിസിൽ വന്നത് ഓഫ് ചെയ്യാം. ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മുരിങ്ങയില സൂപ്പാകുമ്പോൾ ഓഫാക്കി കേട്ടോ. ഓഫാക്കി ഇനി ഇരുന്ന് തണുക്കട്ടെ. എന്നിട്ട് വിസിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സൂപ്പ് എടുക്കാം. ഇത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ 2 ടീസ്പൂൺ ഇട്ട് കലക്കി വെച്ചിട്ടുണ്ട് ഞാൻ സൂപ്പിന് ഇത്തിരി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. തുറന്ന് നല്ലപോലെ വെന്തു. മുരിങ്ങയുടെ ഇലയും തക്കാളി, അസല, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം പാകമായി. ഇനി നമുക്ക് അത് സ്റ്റെയിൻ ചെയ്യണം. അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് നല്ല അതേപോലെ അരിച്ച് ഇങ്ങനെ എടുത്തിട്ടാണ്. അപ്പോൾ നോക്കൂ, ലൈറ്റ് സൂപ്പായിട്ട് കിട്ടി. ഇനി ഇതിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ ചേർക്കാം. എന്തിനു വേണ്ടിയിട്ടാച്ചെങ്കിൽ തയ്യാറായി എന്ന് പറയാൻ പറ്റില്ല. മുരിങ്ങയുടെ അല്ലെങ്കിൽ തക്കാളിയും കൂടി വേവിച്ചാണ് കിട്ടി. ഇനി ഞാൻ സൂപ്പ് ശരിയാക്കാൻ പോകണം. ഇതിലെന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ഇളക്കണം കേട്ടോ. കോൺഫ്ലവർ നല്ലോണം ഇളക്കിയിട്ട് ഇത് ചൂടാവുമ്പോൾ അതിൽ ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉപ്പിടാം. നമുക്ക് സൂപ്പിൽ ഉപ്പിടണം. ഉപ്പ് കൂടി ഇടുക കേട്ടോ. കുറച്ച് ഉപ്പ് കൂടി ഇടുക. ഉപ്പിട്ടു. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് വേവിക്കുമ്പോൾ. എന്തായാലും കുറച്ചും കൂടി ഉപ്പിട്ടു. ഉപ്പ് പോരായി. ഇനി ബട്ടറിലൊക്കെ ഉപ്പുള്ള കാരണം കൊണ്ട് കുഴപ്പമില്ല. തിളച്ചിട്ട് ഞാൻ ഇത് ഒഴിച്ചാൽ ഈ മിനിറ്റ് നിൽക്കട്ടെ. നെല്ലിക്ക വേണം. മുരിങ്ങേൻ്റെ തക്കാളി സൂപ്പ് പോലെയാണ്. ഇതിപ്പോൾ ഒന്ന് ചൂടായി. ഇപ്പോൾ ഞാൻ അതിൽ കോൺഫ്ലവർ ഒഴിക്കുന്നു കേട്ടോ. കോൺഫ്ലവർ ഒഴിച്ചാൽ അതിലൊരു കൊഴുപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നട്ട്സ് എൻ്റെ കയ്യിലുണ്ട് 2-3. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് പൊടിച്ചിടാനായി. വെളുത്തുള്ളി ഇടാം, കാഷ്യൂ നട്ട്സ് ഇടാം. അതൊക്കെ ഇടാട്ടാ വേണമെങ്കിൽ. ഞാൻ ഇപ്പോൾ 1-2 ഉള്ളൂ. അത് ഇതിൽ ചെറുതാക്കി അരിഞ്ഞിട്ടു കേട്ടോ സൂപ്പിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരേ കടി കിട്ടും. അതിന് വേണ്ടിയിട്ടാട്ടോ. കുരുമുളക്, കുറച്ച് കുരുമുളക് ഇട്ടു. കുരുമുളക് ഇട്ടിട്ട് ഇളക്കി. ഇനി നമുക്കത് ബൗളിൽ പകർന്നിട്ട് ബട്ടർ ഇടാം കേട്ടോ. ബട്ടറും കൂടി ഇടാം. ഞാൻ ബട്ടർ ഇടാം. ഒരു നല്ലൊരു പീസ് ബട്ടർ ഇട്ടാൽ അതിന് സ്വാദ് കൂടും കേട്ടോ. ബട്ടർ ഇടുക. 1 പീസ് ബട്ടർ ഇട്ടു. ഇനി നമുക്ക് അതിൻ്റെ ആവശ്യം വരും. ഇനി ഇത് ബൗളിൽ പരത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സൂപ്പ് തയ്യാറായി. എന്താ അതിൻ്റെ ഭംഗി നോക്കൂ. ഞാൻ അതിലൊരു 1-2 കാഷ്യൂ നട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ വെളുത്തുള്ളി ഇല്ലേ, പുഴുങ്ങിയ വെളുത്തുള്ളി, അതും അതിലിട്ട് വെച്ചിട്ട് അത് വളരെ നല്ലതാണ്. പക്ഷേ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സിംല മിർച്ച് ചെറിയ പീസസ് ആക്കിയിട്ട് ബട്ടറിൽ ഫ്രൈ ചെയ്തിടാം. ക്യാരറ്റ് ചെറിയ പീസായി ബട്ടറിൽ ഇടാം. അങ്ങനെ അവർ കടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹമുള്ളൂ. ബദാം ഇടാം.
അങ്ങനെ എല്ലാം ന്യൂട്രീഷ്യസും. അതുമാത്രമല്ല സൂപ്പ് വളരെ ലൈറ്റാവും. അതായത് മുരിങ്ങയുടെ ഇല സൂപ്പ് വളരെ ലൈറ്റാവും. തക്കാളി മാത്രമേ ഉള്ളൂ. അതിനെ ഒന്നും കൂടെ തിക്കാക്കണമെങ്കിൽ, തിക്നെസ് കൂടണമെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ ഞാൻ ഇപ്പോൾ കലക്കി ഒഴിച്ച് 2 ടീസ്പൂണ്. അതിന് കൂടുതൽ തിക്നെസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി 2 ടീസ്പൂൺ കൂടി കോൺഫ്ലവർ കലക്കി ഒഴിച്ചാൽ വളരെ നല്ല ടേസ്റ്റി സൂപ്പ് കിട്ടും. പിന്നെ അതിൽ ബട്ടർ ഇടുന്നത് മസ്റ്റാണ്. ബട്ടർ നല്ല ടേസ്റ്റാണ്. ഇനി ഈ സൂപ്പ് കുടിച്ച് നോക്കുമ്പോൾ നല്ല സ്വാദാണ്. വളരെ നല്ലതാണ്, വയറിന് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി കൊടുക്കുക. വയസ്സായവർക്കും കഴിക്കാം, ചെറുപ്പക്കാർക്കും കഴിക്കാം, കുട്ടികൾക്കും കഴിക്കാവുന്ന ഒന്നാണ് മുരിങ്ങയുടെ സൂപ്പ്. എന്നും കഴിക്കണ്ട കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വരണം. ആഴ്ചയിൽ ഒരെണ്ണം, ഒരു ദിവസമോ 2 ദിവസം അത്ര കഴിച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടാവില്ല. കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാവില്ല, അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവില്ല, ബ്ലഡ് കുറവുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.